ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എവിടെ എത്താം. നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർമൽ പ്രോഗ്രാമത്തിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഫോറിൻ ലാംഗ്വേജിൽ നമ്മുടെ നാട്ടിലുള്ള പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ജോബിന് വേണ്ടിയിട്ടും പഠിക്കാനും വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് ഫോറിൻ ലാംഗ്വേജ് വെച്ച് പഠിപ്പിച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് അവരെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ വളരെ ചുരുക്കം ആളുകൾ കൂടി സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പൊ നമ്മളെ കൂടെ ഡേ 1 മുതലേ ഉണ്ടായിരുന്ന ഒരാളാണ് ജിഷ്ബിൻ. ആ ഒരാളെ പേര് ഇവിടെ പറയാതിരിക്കാൻ കഴിയൂല. I'm really proud of him always. ഈ ലാംഗ്വേജ് പഠിക്കുക, നിങ്ങളിപ്പോൾ ഓക്കെ ഞാൻ ലാംഗ്വേജ് കോഴ്സ് കംപ്ലീറ്റ് ആയി എന്നതുകൊണ്ട് നിങ്ങൾ വലിയ എവിടെയോ എത്തി എന്നുള്ള ഒരു എന്താ പറയുക ഫീൽ ആർക്കും ഉണ്ടാവരുത്. ലാംഗ്വേജ് നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എവിടെ എത്താൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ എല്ലാ ജോബും, അത് മൾട്ടിനാഷണൽ കമ്പനീസിലുള്ള ജോബ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ജോബ് ആയിക്കോട്ടെ, ട്രാവൽ റിലേറ്റഡ് ജോബ് ആയിക്കോട്ടെ, ജർമ്മനിക്ക് പോകുന്നതായിക്കോട്ടെ. ഇപ്പോൾ JDTയിലെ സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വെറും ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അല്ല, അവർ നിങ്ങളെ ലാംഗ്വേജ് സ്കിൽസ് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അൾട്ടിമേറ്റ്ലി നോക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം അവർ നിങ്ങളെ ജർമ്മനിയിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കില്ല. സോ ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. നിങ്ങൾക്കൊരു ബേസ് ഉണ്ട്, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞവരുണ്ട്, കഴിയാനായവരുണ്ട്. ഇത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഒരു മെയിൻ സ്കില്ലാക്കി എടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എന്താ പറയുക റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു എന്താ പറയുക ബേസ് ലെവലിൽ നിങ്ങളിങ്ങനെ പഠിച്ചു പോവുക, എനിക്ക് കുറച്ചൊക്കെ പറയാൻ പറ്റും എന്നുള്ളതിനപ്പുറം നിങ്ങൾ ഹൈലി കോൺഫിഡൻ്റ് ആയിട്ട് ലാംഗ്വേജ് എത്രത്തോളം നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും, അത് എങ്ങനെ ഏതൊക്കെ പോസിബിൾ വേസിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും, നിങ്ങൾ ആക്കിയെടുത്താൽ നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടും. സോ ആ കാര്യം മാത്രമേ ഞാൻ പറയൂ. ഇവിടെ പല രീതിയിലുള്ള ആളുകൾ നമ്മളെ നിന്ന് ലാംഗ്വേജ് പഠിച്ച് നമ്മുടെ മെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളെ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ ജർമ്മനിക്ക് പോകാനുള്ള ആളുകൾ ജർമ്മനിക്ക് ഓൾറെഡി നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്താ പറയുക, ഇവരൊക്കെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ലൈഫിനെ പ്രൊഫഷനെ എത്തിക്കാനുണ്ടായ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് തന്നെയാണ്. ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇത് പഠിക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനിക്കാം. നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ സക്സസ്ഫുൾ സ്റ്റോറിയിൽ ഒരു പാർട്ടാവാൻ സാധിച്ചതിന് വളരെ ഹാപ്പിയാണ്. ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് അതിലും ഇൻട്രസ്റ്റിംഗ് ആയി. B2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഓൺലൈൻ ഫാക്കൽറ്റി ആയിട്ട് കയറി. അതെനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു പൊസിഷനിൽ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയതിൽ അത് ഈ ഒരു ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ചേർന്നതിന് ശേഷമാണ് ശരിക്കും ഈ ഭാഷനെ പറ്റി ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് എനിക്ക് കിട്ടുന്നത്. വീണ്ടും അന്വേഷിച്ചതിന് ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ട വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇവിടെ വന്ന എല്ലാവർക്കും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.